അമേരിക്കയുമായിട്ടുള്ള എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചു. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തരഫലങ്ങൾ അമേരിക്ക അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ തന്നെ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള തസ്നിം ന്യൂസ് ഏജൻസിയാണ്. അതായത് ഇസ്രായേല് ലെബനോനില് നടത്തിക്കൊണ്ടിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ടും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് ഇസ്രായേൽ വിചാരിക്കുന്ന ലെബനോന്റെ ചില ഭാഗങ്ങളിലേക്ക് മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ ബെഞ്ചമിൻ നെതന്യാഹു പട്ടാളക്കാർക്ക് ഉത്തരവ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ച അല്ലെങ്കിൽ സമാധാന കരാറിലെ ചർച്ച നിർത്തിവെച്ചതായിട്ട് ഇറാൻ ഇപ്പൊ പറയുന്നത്. മാത്രമല്ല അബ്ബാസ് അരാഗ്ചി അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചതായിട്ടും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പശ്ചിമേഷ്യ പഴയ പോലെ തന്നെ യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ആദ്യത്തെ ചില പടികളാണ് ഇപ്പൊ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ബന്ദർ അബ്ബാസിന് നേരെ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം തൊട്ടിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷമുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണവും തിരിച്ചുള്ള അമേരിക്കൻ ആക്രമണവും ഇപ്പൊ തിരിച്ച് വീണ്ടും കുവൈത്തിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച ഏകദേശം അവസാനിച്ചു. ഒരു കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അടുത്ത യുദ്ധത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലുള്ള സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നതായിട്ടാണ് നമ്മൾ കാണണ്ടേ. അതില് ഈ ഒരു യുദ്ധത്തിന് അടുത്തതായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും അമേരിക്ക തന്നെയായിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പക്ഷേ മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാന്റെ നേരെ അമേരിക്ക നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടെ, ഇസ്രായേലും നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടെ, അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് മുന്നേ അവര് പോയതുപോലെ പോവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഇപ്പോ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും എടുക്കുന്നുണ്ട്. അതായത് ഹോർമൂസ് തുറക്കണം, തുറന്നില്ല എന്നുണ്ടെങ്കിൽ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കും, തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ പട്ടണങ്ങൾ നരകം കാണും എന്ന് പോലെയുള്ള പല തരത്തിലുള്ള പ്രസ്താവനകൾ ട്രംപ് ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രസ്താവനകളുടെ ഒക്കെ താഴെ കമന്റ് ബോക്സിൽ പോയാൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ഇതുവരെ തുറന്നു കടന്നിരുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചത് യഥാർത്ഥത്തിൽ നിങ്ങൾ കാരണം തന്നെയല്ലേ? ലോകം ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ നിങ്ങളല്ലേ എന്റെ പൊന്ന് ട്രംപണ്ണ എന്ന ക്വസ്റ്റ്യൻ സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ ഓരോ പോസ്റ്റിന്റെയും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ കാര്യത്തില് അമേരിക്കക്ക് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. ലോകം ഇന്ന് അനുഭവിക്കുന്ന പെട്രോൾ പ്രൈസിന്റെ ഹൈക്ക്, അതേപോലെ തന്നെ വാതകത്തിന്റെ ഹൈക്ക്, ഈ പറയുന്ന ഏരിയകൾക്കെല്ലാം പ്രശ്നം ഉണ്ടാവാനുള്ള കോർ റീസൺ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ നേരെ നടത്തിയിട്ടുള്ള അറ്റാക്ക് ആണെന്നുള്ളതാണ്. ഇനി രണ്ടാമതും അമേരിക്ക ഈ പറയുന്ന പോലെ തന്നെ ഇറാന് മേലെ ഒരു അറ്റാക്ക് മാസീവായിട്ട് ഏകപക്ഷീയമായിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെ നടത്തുകയാണ് എങ്കിൽ ഹോർമൂസ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ഹോർമൂസ് പെർമനന്റ് ആയിട്ട് അടക്കുന്ന രീതിയിലേക്ക് പോവുകയും മാത്രമല്ല ഹൂത്തികളെ ഉപയോഗിച്ചിട്ട് ബാബിൽ മന്ദിൽ വരെ അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഒരു റീജിയനിൽ നിന്നും പുറത്തോട്ട് കടക്കാനുള്ള പ്രധാന പാതകളിലെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഈ പറയുന്ന പെട്രോളിന്റെ വില ഇറാൻ പറഞ്ഞതുപോലെ തന്നെ $200 എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇത് മുന്നിൽ കാണുന്ന അമേരിക്ക തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്ക് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല താനും. അതിനൊരു ഉദാഹരണമുണ്ട്. അതാണ് ബന്ദർ അബ്ബാസിന് നേരെ അമേരിക്ക നടത്തിയിട്ടുള്ള ആദ്യത്തെ ആക്രമണം എന്ന് പറയുന്നത്. ആ ആക്രമണത്തിന് അമേരിക്ക നൽകിയിട്ടുള്ള ന്യായീകരണം എന്ന് പറയുന്നത് ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല, പകരം ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള അറ്റാക്ക് ആണെന്നാണ് അമേരിക്ക പറഞ്ഞത്.
അത് എന്തൊരു അറ്റാക്ക് ആണെന്നുള്ളത് ഒരു ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാവുന്നില്ല. വെടിനിർത്തൽ കരാർ നിലവിലിരിക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക തന്നെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോയിട്ടുള്ള വെടിനിർത്തൽ കരാർ ആയിരിക്കെ എങ്ങനെ ഇറാന്റെ മണ്ണിന് നേരെ അല്ലെങ്കിൽ ഇറാന്റെ സോവറിനിറ്റിക്ക് അകത്തുള്ള ഒരു സ്ഥലത്തിന് നേരെ അമേരിക്കക്ക് ഒരു അറ്റാക്ക് നടത്താൻ പറ്റും? അത് പറ്റത്തില്ല. എന്നാൽ അമേരിക്കക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റത്തുമില്ല. പക്ഷെ അറ്റാക്ക് നടത്തി അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാവുകയും അതേപോലെ തന്നെ ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഒരു നീണ്ട ചർച്ചകളിലേക്കും നീണ്ട കാലത്തെ ഹോർമൂസ് അടഞ്ഞിടുന്നതിലേക്കും കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അപ്പോഴാണ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഇറാന് നേരെ അമേരിക്കൻ അറ്റാക്ക് വരുന്നേ. ഇറാന്റെ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി. ഇറാന്റെ ഈ പറയുന്ന രീതിയിലുള്ള മിലിറ്ററി സ്പേസുകൾക്ക് നേരെ അമേരിക്കൻ അറ്റാക്ക് ഉണ്ടായി. പക്ഷേ ഇതൊന്നും തന്നെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ഘട്ടത്തിലേക്കുള്ള യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ ആ മാസീവ് ആയിട്ടുള്ള അറ്റാക്കിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് അമേരിക്ക ആകരുത്, പകരം അത് ഇറാൻ ആകണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതിന്റെ റീസൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമതും മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് പോകുമ്പോ അതിന്റെ ഉത്തരവാദിത്വവും അത് മൂലമുണ്ടാകുന്ന ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം അമേരിക്കയല്ല എന്നുള്ളത് അമേരിക്കക്ക് പറഞ്ഞു വെക്കാനും അത് അമേരിക്കക്ക് മുകളിൽ ബ്ലെയിം വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇറാനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഞോണ്ടി മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് വരുന്നത്. അങ്ങനെ അറ്റാക്ക്, അതിന്റെ റിട്ടാലിയേഷൻ, വീണ്ടും അതിന്റെ അറ്റാക്ക്, വീണ്ടും അതിന്റെ റിട്ടാലിയേഷൻ, ഇങ്ങനെ വന്ന് അതൊരു മാസീവ് ആയിട്ടുള്ള വലിയൊരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ബ്ലെയിം അമേരിക്കക്ക് മുകളിൽ ഉണ്ടാവാനും പാടില്ല. ഇതാണ് ഇവിടുത്തെ കളി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഒരു വിലയില്ലാത്ത, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത വേറൊരു മൃഗം വേറൊരു സ്ഥലത്തുണ്ട്. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ നിലവിൽ വരുന്ന സമയത്ത് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലെബനോനിൽ വെടിനിർത്തൽ കരാറിൽ നിലവിൽ വരണം. അതേപോലെ തന്നെ ലെബനോനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ അത് ആ വെടിനിർത്തൽ കരാർ വന്ന് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും ലംഘിച്ച് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് പോവുകയും ബെയ്റൂത്ത് അടക്കം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക്, ബെയ്റൂത്തിന്റെ പല ഭാഗങ്ങളിലടക്കം ഈ പറയുന്ന രീതിയിലുള്ള അറ്റാക്ക് നടത്തുന്ന സിറ്റുവേഷനിലേക്ക് അത് മാറി. അതോടുകൂടെ എന്താ സംഭവിച്ചേ? ഈ വെടിനിർത്തൽ കരാറിൽ ഉണ്ടായിരുന്ന ഒരു കക്ഷി അത് ലംഘിച്ചു എന്നുള്ളതാണ്. ഇത് ലംഘിക്കപ്പെട്ടതോടുകൂടെ ഇനി അവിടെ ഒരു കരാറില്ല, അവിടെ ഒരു തരത്തിലുള്ള ബൈലാറ്ററൽ ടോക്കുമില്ല, ഒന്നുമില്ല. ഇനി ആ റീജിയൻ പഴയ പോലെ തന്നെ കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറും എന്നുള്ളതാണ്. ഇപ്പോ തന്നെ അമേരിക്ക ഇറാന്റെ പല ബേസുകൾക്ക് നേരെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇറാനും അതേപോലെ തന്നെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ അടിച്ചിട്ട MQ-1 പ്രെഡേറ്ററി ഡ്രോണിന്റെ അതിന്റെ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പൊ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ തിരിച്ചടി നടത്താനുള്ള കാരണം എന്താണ്? MQ-1 പ്രെഡേറ്ററി ഡ്രോൺ എന്ന് പറയുന്ന ഡ്രോണിനെ ഇറാന്റെ അതിർത്തി ലംഘിച്ച് ഇറാൻ അകത്തേക്ക് കടത്തിവിട്ടത് യഥാർത്ഥത്തിൽ അമേരിക്കയല്ലേ? ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണല്ലോ ഇറാൻ അത് അടിച്ചിടേണ്ട അവസ്ഥ വന്നത്. അല്ലാതെ അമേരിക്കയുടെ ബേസിൽ നിർത്തിയിട്ടിരിക്കുന്ന MQ-1 ഡ്രോണിനെ ഇറാൻ വന്ന് അടിച്ചിടുകയല്ല ചെയ്തത്. അപ്പൊ ഇവിടെ പല തരത്തിലുള്ള പ്രകോപനങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അതൊരു ഫുൾ ഫ്ലെഡ്ജ് വാറിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എന്നാൽ ഇറാൻ അതിനൊരു വാറിലോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ വരുന്ന മറ്റു കാര്യങ്ങളിൽ അമേരിക്കക്ക് ഒരു ബ്ലെയിം ഇല്ലാണ്ട് വരികയും അതിന്റെ കംപ്ലീറ്റ് ബ്ലെയിം ഇറാന്റെ തലയ്ക്ക് ഇരിക്കുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുന്ന ഇറാൻ അതിനോട് പ്രതികരിക്കുന്നത് വളരെ മൈൽഡായി നോക്കി കണ്ടുകൊണ്ടാണെന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇസ്രായേൽ ലെബനോന്റെ മേലെയുള്ള അറ്റാക്കിലേക്ക് കൂടുതൽ അമേരിക്കയുടെ അനുമതിയോട് കൂടെ പോകുമ്പോ ഇവിടെ ഈ വെടിനിർത്തൽ കരാറ് ഇല്ലാണ്ടാവുകയും അതിലുള്ള വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇനി നമുക്ക് നോക്കിക്കാണാം ഏത് വിധത്തിലാണ് ഇനി മിഡിൽ ഈസ്റ്റിലുള്ള ഡെവലപ്മെന്റ്സ് വരാൻ പോകുന്നത് എന്നുള്ളത്.